Okay. Then നമ്മള് KWന്റെ ഓസിലേഷൻ ആൻഡ് വേവ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഓസിലേഷൻ? ഓസിലേഷൻ പറയുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ പറയേണ്ടതാണ് പീരിയോഡിക് മോഷൻ. നമുക്കറിയാം പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക് മോഷൻ പറഞ്ഞാല് ഒരു ഫിക്സഡ് ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്ത് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ദെൻ ഓസിലേറ്ററി അല്ലെങ്കിൽ വൈബ്രേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷന് വേറൊരു പേരാണ് വൈബ്രേറ്ററി മോഷൻ എന്ന് പറയുന്നത്. വൈബ്രേറ്ററി മോഷനും എന്താണ്? ഒരു പീരിയോഡിക് മോഷൻ ആണ്. പക്ഷെ പീരിയോഡിക് മോഷൻ ആണെന്ന് മാത്രമല്ല, ഓസിലേറ്ററി മോഷന് അതിന്റെ മോഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഫിക്സഡ് പോയിന്റ് ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ ഓർ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ആണ്. ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ആണ് എന്തിനുണ്ടാവുക? നമ്മളെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ഓഫ് ഫോക്ക് പെൻഡുലം എന്ന് പറയുന്നത് ഒരു ഓസിലേഷന്റെ എക്സാമ്പിൾ ആണ്. അതായത് ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് മോഷന് അബൌട്ട് എ ഫിക്സഡ് പോയിന്റ്, ഒരു ഫിക്സഡ് പോയിന്റിന് അബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് ഉള്ള പീരിയോഡിക് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓസിലേറ്ററി മോഷൻ എന്താന്ന് കണ്ടു. ഓസിലേറ്ററി മോഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ദെൻ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM. SHM എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന് അതൊരു ടൈപ്പ് ഓഫ് എന്താണ്? ഓസിലേറ്ററി മോഷൻ ആണ്. ഓക്കെ, അതായത് ഒരു ഫിക്സഡ് പോയിന്റിന് അബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ആണ് എന്തിനു ഉണ്ടാവുക? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഉണ്ടാവുക. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിൾ ആണ് എന്ത്? നമ്മൾ പെൻഡുലം, സിമ്പിൾ പെൻഡുലം, പിന്നെ വരുന്നത് നമ്മൾ സ്പ്രിങ്ങിന്റെ മോഷന്. ഇതൊക്കെ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഓക്കെ, ദെൻ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ പൊസിഷൻ ആണ്. അറ്റ് എനി ടൈം, മീൻസ് ഒരു ഏത് ടൈം ഇൻസ്റ്റന്റിലും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x of t equal to a sin omega t പ്ലസ് ഫൈ എന്നാണ്. അതായത് നമ്മൾ SHM സൈനിന്റെയോ അല്ലെങ്കിൽ കൊസൈനിന്റെ ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഇക്വേഷനില് എ എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ദെൻ ഒമേഗ ടി പ്ലസ് ഫൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ദെൻ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈമിലുള്ള ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതാണ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ എക്സ് ഓഫ് ടിയിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ട്? നമ്മൾ പൊസിഷൻ കാണാനാണ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ എക്സ് ഓഫ് ടി യൂസ് ചെയ്യുന്നത്. എക്സ് ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് കണ്ടു. ദെൻ നമുക്കറിയാം ഒരു മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? വെലോസിറ്റി ഉണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടാവും. സോ എക്സ് ഓഫ് ടി കണ്ടാൽ, അതായത് പൊസിഷൻ കണ്ടാൽ ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി. വി ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ ഡിഫറൻഷ്യൽ ആയിരിക്കും, അതായത് എക്സ് ഓഫ് ടിന്റെ ഡിഫറൻഷ്യൽ ആയിരിക്കും. അപ്പൊ എ ഇൻറ്റു സൈൻ ഒമേഗ ടിന്റെ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈന്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, ദെൻ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഇൻറ്റു എന്ത് വരും? ഒമേഗയും കൂടി വരും. അപ്പൊ ഇതാണ് നമ്മൾ വി ഓഫ് ടി കാണാനുള്ള, അതായത് അറ്റ് എനി ടൈം ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് വി ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വി ഓഫ് ടി ആണ്. അറ്റ് എനി പൊസിഷൻ, ഏതെങ്കിലും ഒരു എനി പൊസിഷനിൽ വി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഒരു പൊസിഷന്റെ ടേമിലാണ് നമ്മൾ വെലോസിറ്റി പറയുന്നുണ്ടെങ്കിൽ വി ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് വി ഓഫ് ടി എന്ന് പറയുന്നത് ടൈം ഇൻസ്റ്റന്റിലുള്ളതും വി ഓഫ് എക്സ് എന്ന് പറയുന്നത് പൊസിഷനിൽ അറ്റ് എനി പൊസിഷനിലുള്ളതുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ദെൻ വെലോസിറ്റി കണ്ടു, പൊസിഷൻ കണ്ടു, വെലോസിറ്റി കണ്ടു. ദെൻ നമുക്ക് കാണാനുള്ളത് എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എ ഓഫ് ടി. വി ഓഫ് ടി എന്ന് പറയുന്നത് ഇതിന്റെ എന്താണ്? ഡിഫറൻഷ്യൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വി ഓഫ് ടി നമുക്ക് എന്താ കിട്ടിയത്? വി ഓഫ് ടി ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടി ആണല്ലോ. ദെൻ എ ഓഫ് ടി ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ ഓഫ് വി ഓഫ് ടി ആണ് അല്ലെ. ഡിഫറൻഷ്യൽ ഓഫ് വി ഓഫ് ടിയിൽ എ ഒമേഗ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ദെൻ കോസ് ഒമേഗ ടി പ്ലസ് ഫൈന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഡിഫറൻഷ്യൽ ഒമേഗ ടി പ്ലസ് 5 ആവുമ്പോൾ ഒരു ഒമേഗ വരും, സോ ഒമേഗ സ്ക്വയർ വരും. ഓക്കെ. ഇതാണ് എ ഓഫ് ടി, അതായത് ആക്സിലറേഷൻ അറ്റ് എനി ടൈം ഇൻസ്റ്റന്റിൽ കാണാനുള്ള, അറ്റ് എനി ടൈം ഇൻസ്റ്റന്റ്. ഓക്കെ. അതാണ് എ ഓഫ് ടി എന്ന് പറയുന്നത്. ദെൻ സിമിലർലി എന്തുണ്ടാവും? എ ഓഫ് എക്സ് ഉണ്ടാവും. എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ് എനി ടൈം അറ്റ് എനി പൊസിഷൻ എക്സിലുള്ള ആക്സിലറേഷൻ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പൊസിഷൻ കണ്ടു, വെലോസിറ്റി കണ്ടു, ദെൻ ആക്സിലറേഷൻ കണ്ടു. ഇനി പറയാനുള്ളത് നമ്മൾ എന്ത് പറഞ്ഞു? വി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? വി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു? പ്ലസ് ഓർ മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ നമുക്ക് ഈ ഒരു മോഷനിൽ എന്തുണ്ടാവും? വി മാക്സ് ഉണ്ടാവും, വി മിനിമം ഉണ്ടാവും ആണല്ലോ. അപ്പോൾ വി മാക്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വൽ ടു ഒമേഗ ഇൻറ്റു എ എന്നാണ്. ഓക്കെ. അതായത് വി എന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം എവിടെയാണ്? ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷനിലാണ് എന്തുള്ളത്? വി മാക്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിട്ടുള്ളത്. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്ത് വരും? എക്സ് എന്ന് പറയുന്നത് 0 ആയി വരും. സോ ഈ ഇക്വേഷനിൽ നമ്മളത് ഈ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് വി മാക്സ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ എന്ന് പറയുന്നത്. അതായത് വി എന്ന് പറയുന്നത് മാക്സിമം അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ, ദെൻ വി മിനിമം അറ്റ് എന്താണ്? എക്സ്ട്രീം പൊസിഷനിൽ. അതായത് എക്സ്ട്രീം പൊസിഷനിൽ വി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ആക്സിലറേഷന്റെ കേസ് നോക്കാം. ആക്സിലറേഷൻ നമ്മൾ പറഞ്ഞു എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. എ ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. സോ ദെൻ എ മാക്സിമം എ മിനിമം കാണാം. എ എന്ന് പറയുന്നത് മാക്സിമം എവിടെയാണ്? എ എന്ന് പറയുന്നത് മാക്സിമം എക്സ്ട്രീം പൊസിഷനിലാണ്. അപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ എന്താ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിന് പകരം എ കൊടുക്കുമ്പോൾ നമുക്ക് എ മാക്സ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? എക്സ്ട്രീം പൊസിഷനിൽ. ഓക്കെ. ദെൻ എ മിനിമം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. അത് എ മിനിമം എന്ന് പറയുമ്പോൾ മിനിമം വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അത് എന്ന് പറയുന്നത് അറ്റ് ഇക്വിലിബ്രിയം പൊസിഷനാണ്. ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതണത്. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടു വി എന്ന് പറയുന്നത് മാക്സിമം ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. എക്സ്ട്രീം പൊസിഷനിൽ വി എന്ന് പറയുന്നത് മിനിമം ആണ്. ദെൻ ആക്സിലറേഷന്റെ കേസിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മിനിമം,
ദെൻ എക്സ്ട്രീം പൊസിഷനിലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മാക്സിമം ആണ്. അതായത് വെലോസിറ്റിന്റെയും ആക്സിലറേഷന്റെയും കേസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മളെ ഹുക്സ് ലോ ആണ്. ഹുക്സ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഹുക്സ് ലോ സ്റ്റേറ്റ് ദാറ്റ്, അതായത് ഒരു മൂവ്മെന്റിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണല്ലോ എന്തായാലും ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹുക്സ് ലോയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, എഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്നാണ് പറയുന്നത്. ദെൻ എന്തായിരിക്കും നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ കോൺസ്റ്റന്റ് വെച്ചിട്ട് മൈനസ് കെ ഇൻറ്റു എക്സ്. വേറെ കെ എന്ന് പറയുന്നത് എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. ഓക്കെ. ദെൻ ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് എനർജി, ടൈം പീരീഡ്, ദെൻ ഫ്രീക്വൻസി, അങ്ങനത്തെ ടേംസുകളാണ്. അപ്പോൾ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് എന്താണ്? ഹുക്സ് ലോ പ്രകാരം മൈനസ് കെ ഇൻറ്റു എക്സ് ആണ്. എഫ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ് ആണ് എന്ത്? ഹുക്സ് ലോയിലെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ന്യൂട്ടൺസിന്റെ ലോ പ്രകാരം എഫ് ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു എ ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കെ ഇൻറ്റു എക്സ് ഈക്വൽ ടു എന്ത് വരും? എം എ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ് വരും. സോ എ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എം എന്ന് വരും. ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, എ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. ഈ രണ്ട് ഇക്വേഷൻസും കൂടി, അതായത് എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സും എ ഈക്വൽ ടു മൈനസ് കെ എക്സ് ബൈ കെ ഇൻറ്റു എക്സ് ബൈ എം, ആ രണ്ട് ഇക്വേഷനും കൂടി വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? കെ ബൈ എം എന്ന് വരും. ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം എന്ന് വരും. അപ്പൊ നമുക്ക് ഒമേഗന്റെ വാല്യൂ കിട്ടി. ദെൻ ഇനി ടൈം പീരീഡും എന്താണ്? ഫ്രീക്വൻസി നോക്കാം. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π ബൈ ടി ഓർ 2π ഇൻറ്റു എഫ് ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ ഒമേഗയ്ക്ക് പകരം 2π ബൈ ടി കൊടുക്കുമ്പോൾ 2π ബൈ ടി ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. ദെൻ ടി ഈക്വൽ ടു എന്ത് വരും? 2π ഇൻറ്റു റൂട്ട് എം ബൈ കെ എന്ന് വരും. നമുക്കറിയാം ടി എന്ന് പറയുന്നത് എന്താണ്? 1/f ആണ്. സോ എഫ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഈക്വൽ ടു 1/2π റൂട്ട് കെ ബൈ എം എന്ന് വരും. ഓക്കെ. അപ്പൊ നമ്മൾ ഫ്രീക്വൻസിയും ടൈം പീരീഡും കണ്ടു. then ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് ആദ്യം കാണിക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് എനർജിന്റെ കേസിലേക്ക് പോകണം. ഡിസ്പ്ലേസ്മെന്റ് ജനറൽ ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം ആണ് കാണിക്കുന്നത്.
SHM A sin omega t plus phi, then frequency എന്ന് പറയുന്നത് 2 pi by t അല്ലെങ്കിൽ 2 pi f, then frequency നമ്മൾ Hooke's law കണ്ടു, then acceleration, then velocity. Okay. ഇനി നോക്കാനുള്ളത് എന്താണ്? എനർജിന്റെ കേസ്. ഓക്കെ. അപ്പോൾ എനർജിന്റെ കേസ് പറയുമ്പോൾ എനർജി എങ്ങനെ വരുന്നത്? നമ്മളൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് എടുക്കുമ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ കൺസിഡർ ചെയ്യാണ്, മോഷൻ ഉണ്ടാവും. ദെൻ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു SHM-ൽ, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി, അഗൈൻ കൈനറ്റിക് എനർജി കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ നമുക്കറിയാം വി എന്ന് പറയുന്നത് മാക്സിമം എവിടെയാണ്? മെയിൻ പൊസിഷനിലാണ്. അതായത് ഇപ്പൊ വി മാക്സിമം മെയിൻ പൊസിഷനിലാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എന്താ ഉണ്ടാവുക? മെയിൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി, അതായത് മെയിൻ പൊസിഷനിൽ എന്ത് വരും? പെൻഡുലം മെയിൻ പൊസിഷനിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താവും? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും. ദെൻ മെയിൻ പൊസിഷനിൽ ദെൻ നെക്സ്റ്റ് എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുമ്പോൾ എന്ത് വരും? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ പൊട്ടൻഷ്യൽ എനർജിന്റെയും കൈനറ്റിക് എനർജിന്റെയും ഇക്വേഷന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്കറിയാം കൈനറ്റിക് എനർജി K എന്ന് പറയുന്നത് ½ mv² ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ SHM-ലുള്ള v എന്ന് പറയുന്നത് എന്താണ്? ω² A² മൈനസ് x² ആണ്. സോ ഇത് എന്താക്കും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് K = ½ mω² A² cos² ωt പ്ലസ് phi എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ A² cos² ωt പ്ലസ് phi എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ മാക്സിമം വാല്യൂ ആയിട്ട് വരും. ഇപ്പൊ K max എന്ന് പറയുന്നത് ½ mω² A² ആണ്. നമുക്ക് ഓൾറെഡി അറിയാം K എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ ഒമേഗാന്റെ ഇക്വേഷനിൽ നിന്ന് K എന്ന് പറയുന്നത് നമുക്ക് എന്താ ω² നമുക്ക് ആയിട്ട് മാറ്റി എഴുതിയാൽ നമുക്ക് K max = ½ KA² എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ് K എന്ന് പറയുന്നത് മാക്സിമം ആയിട്ട് വരിക. K മാക്സിമം, ആ ഒരു മാക്സിമം വാല്യൂ ഓഫ് K എന്ന് പറയുന്നതാണ് ½ mω² A² അല്ലെങ്കിൽ ½ KA². ഈ m × ω²നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? K ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദെൻ K എന്ന് പറയുന്നത് മിനിമം എന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷനിലാണ്. എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി ഫുള്ളി കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി ആണ്. ദെൻ പൊട്ടൻഷ്യൽ എനർജിന്റെ ഒരു കേസ് നോക്കാം. നമ്മൾ പറഞ്ഞു അറ്റ് എക്സ്ട്രീം പൊസിഷനിൽ എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും. ദെൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? ഈ ½ KA² ടേമിൽ നമുക്ക് എന്താ എക്സ് ആണല്ലോ നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ½ K × x² എന്ന് കൊടുക്കാം. അപ്പോ x² എന്താണ്? നമുക്കറിയാം x എന്ന് പറയുന്നത് എന്താണ്? A sin ωt പ്ലസ് phi ആണ്. സോ ½ K × A² sin² ωt പ്ലസ് phi
അപ്പൊ ഇതാണ് നമ്മളെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയറും ദെൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും ആണ്. ഓക്കെ, ഇവിടെ എക്സ്ട്രീം ഇക്വിലിബ്രിയം പൊസിഷനിലാവുമ്പോഴാണ് എന്ത് വരുന്നത്, കൈനറ്റിക് എനർജി ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ. ആ ടൈമിൽ എന്തായിരിക്കും ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്താണ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ ആണ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ ഒരു ഗ്രാഫ് ഞാനൊന്ന് കാണിക്കാം. നമ്മൾ പറഞ്ഞു മെയിൻ പൊസിഷനിൽ എന്താണ് കൈനറ്റിക് എനർജി കെ. മെയിൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി എന്താണ് മാക്സിമം ആണ്. ദെൻ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി 0 ആവും. again extreme, again 0, again extreme, again 0. Okay, then പൊട്ടൻഷ്യൽ എനർജി യു എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ 0 ആണ്, എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം വരും. അതായത് കൈനറ്റിക് എനർജി എപ്പോഴാണോ മാക്സിമം ആ ടൈമിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണോ 0 ആ ടൈമിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ദെൻ ടോട്ടൽ എനർജി ഇ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ, ഇ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ T/2, ഇവിടെ T. ഓക്കെ, ദെൻ വേറെ ഒരു റെപ്രസെന്റേഷൻ കാണിക്കാനുള്ളത് സിമ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ ഇത് മെയിൻ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഇനെ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ഉള്ളത് ആരാണ്, കൈനറ്റിക് എനർജി ആണ്. സോ ഇത് കൈനറ്റിക് എനർജി, ഇത് എക്സ്ട്രീം പൊസിഷനിൽ 0 വാല്യൂ ഉള്ളത് പൊട്ടൻഷ്യൽ എനർജി, ഇത് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി യു, കൈനറ്റിക് എനർജി കെ. ഇവിടെ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു പ്ലസ് എ ആയും, ഇവിടെ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് എ, ഇത് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ പീരീഡ് കണ്ടു. ദെൻ നെക്സ്റ്റ് എന്താ, ദെൻ സിമ്പിൾ പെൻഡുലം. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് എന്താണ് റിസോൾവ് ചെയ്തിട്ടുള്ളത്, അതായത് മാസ് വെയിറ്റിനെയൊക്കെ റിസോൾവ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഇവിടെ താഴോട്ടേക്ക് വെയിറ്റ് ഉണ്ടാവും, എം ജി ഉണ്ടാവും, ദെൻ എം ജി കോസ് തീറ്റ, എം ജി സൈൻ തീറ്റ, ദെൻ സ്ട്രിങ് വഴി എന്തുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ഇത് എന്ന് പറയുന്നത് എന്താണ്, പെൻഡുലത്തിന്റെ ലെങ്ത് ആണ്.
ഇത് നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ ഇപ്പൊ പെൻഡുലത്തിന്റെ ആ ഫിഗറിൽ കാണിച്ച ടി എന്ന് പറയുന്നത് എന്താണ്, ടെൻഷന്റെ ടി ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് ടൈം പീരീഡിന്റെ ടി ആണ് കേട്ടോ. അത് തമ്മിൽ മാറിപ്പോകണ്ട. ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്, 2π × √m/k എന്നുള്ളതാണ്. ഓക്കെ, അതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ പറയുമ്പോൾ നമുക്കറിയാം എന്ത്, നമ്മൾ നേരത്തെ എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷനും എഫ് ഈക്വൽ ടു -kx എന്നുള്ള ഇക്വേഷനോട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ എത്തിയത്. ദെൻ എ ഈക്വൽ ടു -ω² x എന്നുള്ള ഇക്വേഷൻ. ദെൻ നമ്മൾ ഫ്രീ ഫോളിങ് ആണെങ്കിൽ എക്ക് പകരം ഗ്രാവിറ്റേഷണൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, ω ഈക്വൽ ടു √g/x വരും. ദെൻ ടി ഈക്വൽ ടു നമുക്ക് എന്ത് വരും, ഈ എക്സിന് പകരം നമ്മൾ ലെങ്ത് ഓഫ് പെൻഡുല എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത്, ഇവിടെ എക്സിന് പകരം നമ്മൾ എൽ എന്താക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദെൻ ടി ഈക്വൽ ടു 2π√L/g എന്നും, ദെൻ ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു 1/2π√g/L എന്നുള്ളതും വരും. ഓക്കെ, ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ദെൻ ഇത് എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലുള്ളതാണ്. ദെൻ സിമ്പിൾ പെൻഡുലം കണ്ടു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കാണാനുള്ളത്, ഫിസിക്കൽ പെൻഡുലാണ്. അപ്പൊ ഫിസിക്കൽ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം അറിയണം. ഫിസിക്കൽ പെൻഡുലം എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഏതൊരു ബോഡിനെ നമുക്ക് എന്താ ഫിസിക്കൽ പെൻഡുലം എന്ന് പറയാം. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ അതേ ഒരു മോഷൻ, മൂവ്മെന്റ് അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ബോഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ പെൻഡുലം എന്ന് പറയുന്നത്. ഫിസിക്കൽ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π√I/m × G × L എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ദെൻ എൽ എന്ന് പറയുന്നത്, നമ്മൾ ഫിസിക്കൽ പെൻഡുലം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു റിജിഡ് ബോഡി ആയിട്ടാണ് നമ്മൾ എന്ത് ഫിസിക്കൽ പെൻഡുലത്തിന്റെ ആ ബോഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സിമ്പിൾ പെൻഡുലം ആണെന്നുണ്ടെങ്കിൽ മാസ്ലെസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ ഒരു പൈവോട്ടിൽ അത് കണക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, നമ്മളെ ഫിസിക്കൽ പെൻഡുലം ഉണ്ടാവുക. അതിൽ എൽ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് ദ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസും പോയിന്റ് ഓഫ് സസ്പെൻഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, എല്ലാ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദെൻ എം എന്ന് പറയുന്നത് മാസ് ആണ്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇതില് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ കൂടുതൽ കോംപ്ലക്സിറ്റി ഒന്നും വരുന്നില്ല. അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. ദെൻ ഫിസിക്കൽ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വിങ് എന്ന് പറയുന്നത് എഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇതിന്റെ സ്വിങ്ങിനെ എന്താക്കുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സെപ്പറേഷൻ ബിറ്റ്വീൻ പൈവറ്റ് പോയിന്റ് ആൻഡ് സെന്റർ ഓഫ് മാസ്. ഇത് നമ്മൾ എല്ലിന്റെ കേസ് പറഞ്ഞത്, അതായത് സസ്പെൻഷൻ പോയിന്റും സെന്റർ ഓഫ് മാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിനെ എന്താക്കുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്രാവിറ്റേഷണൽ പുള്ള്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ ഇത്രയും ടേമുകൾ വരുന്നത്. ഓക്കെ,
ദെൻ സിമ്പിൾ പെൻഡുലം നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ഫിസിക്കൽ പെൻഡുലത്തിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റോഡ് ഹാങ്ങിങ് ഓൺ നെയിൽ, ദെൻ അംബ്രല്ല ഹാങ്ങിങ് ഫ്രം ഹാങ്ങിങ് ബെല്ല്, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ് ഫിസിക്കൽ പെൻഡുലത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഫിസിക്കൽ പെൻഡുലത്തിൽ നമ്മൾ പറയുമ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ മാത്രമല്ല ഉള്ളത്. ഫിസിക്കൽ പെൻഡുലം എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഫിസിക്കൽ പെൻഡുലത്തില് എന്തൊക്കെ വരുന്നുണ്ട്? കോമ്പിനേഷൻ ഓഫ് SHM ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ് എന്ത് നമ്മൾ ഫിസിക്കൽ പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എനർജി കണ്ടു, ഡിസ്പ്ലേസ്മെന്റ്, ദെൻ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ, ദെൻ എനർജീസ് ഒക്കെ കണ്ടു. ദെൻ ഹുക്സ് ലോയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഹുക്സ് ലോയിൽ പറയുന്നത് എന്താണ്? F ഈക്വൽ ടു മൈനസ് KX. ദെൻ വാട്ട് ഈസ് മീൻ ബൈ മൈനസ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വരാൻ മതി. ദെൻ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഒപ്പോസിറ്റീവ്ലി ഡയറക്റ്റ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. അതായത് ഈ റിസ്റ്റോറിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അതായത് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. പക്ഷെ മൂവ്മെന്റ് വരുന്നത് ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതായത് എഫ് എന്ന് പറയുന്നത് ഈക്വൽസ് ആൻഡ് ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ ഓപ്പോസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? ഈ ഫോഴ്സ് ഉണ്ടാവുക. അതാണ് ഈ ഹുക്സ് ലോയിലുള്ള മൈനസ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിൾ പെൻഡുലം കണ്ടു, ഫിസിക്കൽ പെൻഡുലം കണ്ടു, എനർജീസ് കണ്ടു. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ സ്പ്രിങ്ങിന്റെ കേസാണ്. സിമ്പിൾ പെൻഡുലം ഒരു എന്താണ് SHM എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റിൽ പറയാനുള്ളത് സ്പ്രിങ്ങിന്റെ കേസുകളാണ്. ദെൻ സ്പ്രിങ്ങുകളുടെ കേസിൽ ആദ്യം സ്പ്രിങ്ങും പാരലും സ്പ്രിങ്ങും സീരീസും പറയുന്നതിന് മുന്നേ പറയാനുള്ളത് ഹൊറിസോണ്ടൽ സ്പ്രിങ്ങും വെർട്ടിക്കൽ സ്പ്രിങ്ങും ആണ്. സിമ്പിൾ ആണ്. ഹൊറിസോണ്ടൽ സ്പ്രിങ് എന്ന് പറയുമ്പോൾ ഒരു റിജിഡ് ബോഡി ഉണ്ടാവും. ഇത് എന്ന് പറയുന്നത് നമ്മളെ മെയിൻ പൊസിഷൻ ആണ്. ഓക്കെ, ദെൻ മെയിൻ പൊസിഷനിൽ എന്തായിരിക്കും? ബോഡി എന്ന് പറയുന്നത് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ദെൻ ഇതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്പ്രിങ്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് വെർട്ടിക്കൽ സ്പ്രിങ് ആണ്. വെർട്ടിക്കൽ സ്പ്രിങ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇതാണ് നമ്മൾ വെർട്ടിക്കൽ സ്പ്രിങ് എന്ന് പറയുന്നത്. ഇതിനും സെയിം എങ്ങനെ എന്തുണ്ടാവുക? മെയിൻ പൊസിഷനിലാണ് ഉണ്ടാവുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് എക്സ് ഡിസ്റ്റൻസ് എന്തുണ്ടാവും? മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ദെൻ സ്പ്രിങ്ങിന് ഹൊറിസോണ്ടൽ സ്പ്രിങ് വെർട്ടിക്കൽ കണ്ടു. ദെൻ സ്പ്രിങ്ങിന്റെ അറേഞ്ച്മെന്റ്, അതായത് സ്പ്രിങ് ഇൻ പാരലൽ ആൻഡ് സ്പ്രിങ് ഇൻ എന്താ സീരീസ്. ഇപ്പൊ സ്പ്രിങ് ഇൻ പാരലൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ഹൊറിസോണ്ടലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ
സ്പ്രിംഗിങ് സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, സ്പ്രിംഗിങ് സീരീസിൻ പാരലലിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് വരുമ്പോൾ ഉള്ളത്, ദെൻ ഇത് വെർട്ടിക്കൽ ആയിട്ട് വരുമ്പോൾ ഉള്ളതാണ്. ഓക്കെ, അപ്പോ പാരലൽ കേസിൽ എന്താണ് വരിക? ഇക്വലന്റ് കെ എന്ന് പറയുന്നത് എന്താണ്? K1 പ്ലസ് K2 ആണ്. ദെൻ സീരീസിന്റെ കേസിൽ ഇക്വലന്റ് എന്ന് പറയുന്നത് 1/K ഈക്വൽ ടു 1/K1 പ്ലസ് 1/K2 ആണ്. That means K1 K2 divided by K1 plus K2 ആണ് എന്ത്? KEQ എന്ന് പറയുന്നത്, അതായത് ഇക്വലന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് പാരലലിന്റെ ഇക്വലന്റ് കോൺസ്റ്റന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് K1 പ്ലസ് K2 എന്ന് പറയുന്നത്. ദെൻ സീരീസിൽ വരുമ്പോൾ 1/KEQ എന്ന് പറയുന്നത് 1/K1 പ്ലസ് 1/K2. നമ്മൾ ഇത്രയും പറഞ്ഞ സംഭവത്തിന് സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണിത്. ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും ആണ്. അതായത് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിനും ട്രാൻസ്വേഴ്സ് വേവ്സിലും എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവില് എന്താ ഉണ്ടാവുക? പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പാരലൽ ടു വേവിന്റെ അതേ ഡയറക്ഷനിൽ പാരലലി മൂവ് ചെയ്യും. ദെൻ ട്രാൻസ്വേഴ്സ് വേവ്സിൽ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് മോഷൻ ആയിരിക്കും. ദെൻ ലോഞ്ചിറ്റ്യൂഡൽ വേവിന്റെ കാര്യം പറയുമ്പോൾ അതെന്ന് പറയുന്നത് കംപ്രഷനും എക്സ്പാൻഷനും കൂടിയിട്ടുള്ള വേവ് ആണ്. ഈ എക്സ്പാൻഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെയർഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എക്സ്പാൻഷനെ നമ്മൾ കൂടുതലും റെയർഫ്രാക്ഷൻ എന്നുള്ളൊരു ടേം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റെയർഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി, റിഡക്ഷൻ ഇൻ ഡെൻസിറ്റി എന്നുള്ളതാണ് എന്ത് പറയുന്നത്? റെയർഫ്രാക്ഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്, അതായത് എക്സ്പാൻഷൻ. ഓക്കെ, ദെൻ നമ്മള് ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ നോക്കുമ്പോൾ എന്താ ഉള്ളത്? ട്രഫും ക്രസ്റ്റും ആണ് ഉള്ളത്. ഇവിടെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വേവില് കംപ്രഷനും റെയർഫ്രാക്ഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷനും ഉണ്ടെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവില് ക്രസ്റ്റും ട്രഫും ആണുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ വേവിലാണെങ്കിൽ രണ്ട് കംപ്രഷന്റെ ഇടയിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ട്രഫിന്റെയും ക്രസ്റ്റിന്റെയും ഇടയിലുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പാരലൽ ടു ദ വേവ് ഡയറക്ഷൻ ആയിരിക്കും. ദെൻ ട്രാൻസ്വേഴ്സിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു വേവ് മോഷൻ. ദെൻ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന് സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസിലും ആ ഒരു മൂന്ന് മീഡിയത്തിലും എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മളെ ട്രാൻസ്വേഴ്സ് വേവ്സിന് എന്തേ പറ്റുള്ളൂ? സോളിഡ്സിലും സർഫസ് ഓഫ് ലിക്വിഡിലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പറയാനുള്ള ഡയറക്ഷൻ ഓഫ് എനർജി ഇൻ ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറയുന്നത് സെയിം ആസ് പാർട്ടിക്കിൾ മൂവ്മെന്റ് ആണ്. ബട്ട് ഇൻ ട്രാൻസ്വേഴ്സ് വേവിലെ ഡയറക്ഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പാർട്ടിക്കിൾ മൂവ്മെന്റ്. പെർപെൻഡിക്കുലർ ടു ദ പാർട്ടിക്കിൾ മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ,
ദെൻ എന്തുണ്ടാവും ലോഞ്ചിറ്റ്യൂഡൽ വേവില് കംപ്രഷനും റയർ ഫ്രാക്ഷനും ഉണ്ട്. ഞാൻ പറഞ്ഞു റയർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ എക്സ്പാൻഷന്റെ വേറൊരു ടേം ആണ്. ഇതിനെയൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്, സെയിം സംഭവം തന്നെയാണ്. അപ്പൊ നമ്മള് ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് പറയാം ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ എന്തുണ്ടാവില്ല, പോളറൈസേഷൻ നമുക്ക് കാണിക്കാൻ പറ്റൂല ആണല്ലോ, ഒക്കെ സെയിം ഡയറക്ഷനിലാണ് ഉള്ളത്. പക്ഷെ ട്രാൻസ്വേഴ്സ് വേവ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളറൈസ് ചെയ്യാൻ പറ്റും. ഞാനിത് നോട്ട് ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ എക്സ്ട്രാ പറയാണ്. ഇവിടെ എന്ന് പറയുന്നത് പോളറൈസേഷൻ പോസിബിൾ അല്ല ഏതായാലും ലോഞ്ചിറ്റ്യൂഡൽ വേവില്. ദെൻ ട്രാൻസ്വേഴ്സ് വേവിൽ എന്താണ്, പോളറൈസേഷൻ ഉണ്ട്. ദെൻ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ വേവിൽ എന്ന് പറയുന്നത് പാർട്ടിക്കിളും വേവും സെയിം, അതായത് സെയിം ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ പാരലൽ ആണ്. സോ മൂവ്മെന്റ് എന്ന് പറയുന്നത് 1 ഡയമെൻഷനൽ ആണ്. ഓക്കെ. ദെൻ ട്രാൻസ്വേഴ്സിൽ എന്താണ്, 2 ഡയമെൻഷനിലാണ് അത് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമുക്ക് നോക്കാനുള്ളത് ഇനി എന്താണ്, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെയും ട്രാൻസ്വേഴ്സ് വേവ്സിന്റെയും എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ മെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇത് സൗണ്ട് വേവ് ആണ്. ദെൻ പറയാനുള്ളത് അൾട്രാസോണിക് വേവ്, അൾട്രാസൗണ്ട് വേവ്, സീസ്മിക് പ്രൈമറി വേവ്. പി വേവ് എന്ന് പറഞ്ഞാല് നേരത്തെ സൗണ്ട് വേവ്, ദെൻ പി വേവ്. പി വേവ് എന്ന് പറയുന്നത് പ്രൈമറി വേവ് അല്ലെങ്കിൽ പ്രഷർ വേവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പി വേവ് എന്ന് പറയുന്നത്. നമ്മൾ പ്രഷർ വേവ് അല്ലെങ്കിൽ പ്രൈമറി വേവ് എന്ന് പറയുന്നത് എന്താണ്, ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. ദെൻ ലോഞ്ചിറ്റ്യൂഡൽ വേവിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സുനാമിന്റെ വേവ്, ഫ്ലക്ച്വേഷൻ ഗ്യാസ്, വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്. ദെൻ പ്രൈമറി വേവ് ഓഫ് എർത്ത് ക്വേക്ക്. ഇതൊക്കെ എന്ത് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡൽ വേവിന് എക്സാമ്പിൾസ് ആണ്. മെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സൗണ്ട് വേവ് ആൻഡ് പ്രൈമറി വേവ് അല്ലെങ്കിൽ പ്രഷർ വേവ് ആണ്. ദെൻ നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വേവിന്റെ എക്സാമ്പിൾസ് കണ്ടു. ദെൻ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റിപ്പിൾസ് ഓൺ സർഫസ് ഓഫ് വാട്ടർ. നമ്മൾ പറഞ്ഞു എന്താണ്, ട്രാൻസ്വേഴ്സ് വേവിന് ഒന്നെങ്കിൽ സോളിഡില് അല്ലെങ്കിൽ സർഫസ് ഓഫ് ലിക്വിഡില് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റിപ്പിൾസ് ഓൺ സർഫസ് ഓഫ് വാട്ടർ. ദെൻ വൈബ്രേഷൻ ഓഫ് ഗിറ്റാർ സ്പ്രിങ്ങിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ലൈക്ക് ലൈറ്റ് വേവ്, മൈക്രോവേവ്, റേഡിയോ വേവ്. അപ്പോൾ സൗണ്ട് നമ്മൾ ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, സൗണ്ട് വേവ് എന്ന് പറയുന്നത് എന്താണ്, സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. ദെൻ ലൈറ്റ് വേവും സെക്കൻഡറി വേവും എന്താണ്, ലൈറ്റ് വേവും സെക്കൻഡറി വേവും ട്രാൻസ്വേഴ്സ് വേവ് ആണ്. പിന്നെ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സച്ച് ആസ് ലൈറ്റ് വേവ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഓക്കെ. നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡൽ വേവില് സീസ്മിക് പ്രൈമറി വേവ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ ഒരു എക്സാമ്പിൾ ആണ് സീസ്മിക് സെക്കൻഡറി വേവ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബീറ്റ്സ് ആൻഡ് ഡോപ്ലർ എഫക്റ്റ് ആണ്. ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ദ റൈസ് ആൻഡ് ഫോൾ ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്. അതായത് സൗണ്ടിന്റെ ഇന്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന റൈസ് അല്ലെങ്കിൽ ഫോൾ. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ്
two sound wave of slightly different frequencies traveling in the same direction. അതായത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസി, അതായത് ഏകദേശം ഒരുപോലത്തെ ഫ്രീക്വൻസിയിലുള്ള രണ്ട് സൗണ്ട് വേവ്സുകളെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൂപ്പർ പൊസിഷൻ കാരണം നമ്മൾ കേൾക്കുന്ന സൗണ്ടിന് ഉണ്ടാവുന്ന റേസ് അല്ലെങ്കിൽ പോൾ ഓഫ് ഇന്റൻസിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ബീറ്റ്സ് എന്ന് പറയുന്നത്. ബീറ്റ് അപ്പോ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് F1 - F2 ആണ്. എഫ് ബീറ്റ് എന്ന് പറയുന്നത് ബീറ്റ് ഫ്രീക്വൻസി ആണ്. ദെൻ F1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് വേവ്, ദെൻ F2 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സെക്കൻഡ് വേവ് ആണ്. ഓക്കെ, അപ്പോ ബീറ്റ്സിന് വേറൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളതാണ്. Beats are the periodic and repeating fluctuation here in the intensity of a sound when two sound wave of very similar frequency interfere with one another. അതായത് interference between two sound waves having nearly same frequency അല്ലെങ്കിൽ very similar frequencies. അപ്പോൾ ബീറ്റ്സ് എന്താണെന്ന് കണ്ടു. ദെൻ ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് എന്താണ്? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അതായത് സൗണ്ടിന് ഉണ്ടാവുന്ന എന്താണ് ഫ്രീക്വൻസി ചേഞ്ച് തന്നെയാണ്. അതിന് കാരണമായിട്ട് വരുന്നത് എന്താണ്? റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ, അതായത് സോഴ്സും ലിസണറും അല്ലെങ്കിൽ റിസീവറും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ കാരണം ഉണ്ടാവുന്ന ഫ്രീക്വൻസി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് നോക്കൂ. Doppler effect is the increase or decrease in the pitch or frequency of sound waves when source of wave is moving towards or away from the listener. അതായത് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ലിസണർ കോസ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ പിച്ച് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. Whenever there is a relative motion between source and listener, the apparent frequency of sound heard by the listener is different from actual frequency. അതായത് സോഴ്സിൽ ഉണ്ടാവുന്ന സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ആക്ച്വൽ ഫ്രീക്വൻസിയിലല്ല എന്തുണ്ടാവുക, ലിസണർ ലിസൺ ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താണ്? ഒരു അപ്പാരന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് മൂവ്മെന്റ് കാരണം. അപ്പോൾ ഈ ഒരു അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പാരന്റ് ഫ്രീക്വൻസി F dash equal to V plus or minus V naught divided by V plus or minus ഇപ്പോൾ നമ്മൾ അപ്പാരന്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ആണ് F dash equal to V plus or minus V naught divided by V plus or minus Vs into F. അവിടെ F dash എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, അതായത് അപ്പാരന്റ് ഫ്രീക്വൻസി. എഫ് എന്ന് പറയുന്നത് ആക്ച്വൽ ഫ്രീക്വൻസി. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ്. ദെൻ വി നോട്ട് എന്ന് പറയുന്നത് VO എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഒബ്സർവർ അല്ലെങ്കിൽ ലിസണർ. VO-നെ VL എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ദെൻ VS എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സോഴ്സ്. ദെൻ ഇതിപ്പോ നമ്മൾ ഇക്വേഷൻ കണ്ടു. നമ്മൾ ഇക്വേഷനിൽ V പ്ലസ് ഓർ മൈനസ് VO അല്ലെങ്കിൽ ഡിവൈഡ് ബൈ V പ്ലസ് ഓർ മൈനസ് VS എന്നാണ്. അപ്പൊ എപ്പോഴാണ് VO പ്ലസ് ആവുന്നത് അല്ലെങ്കിൽ VO മൈനസ് ആവുന്നത്, VS പ്ലസ് ആവുന്നത് അല്ലെങ്കിൽ VS മൈനസ് ആവുന്നുള്ളത് നോക്കണം. അതിനുള്ള ഒരു സൈൻ കൺവെൻഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓൾ വെലോസിറ്റി അലോങ് ദ ഡയറക്ഷൻ ഓഫ് S to L, അതായത് സോഴ്സിൽ നിന്നും എല്ലിലേക്കുള്ള വെലോസിറ്റി, അതായത് സോഴ്സിൽ നിന്നും ലിസണറിലേക്കുള്ള വെലോസിറ്റി പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓൾ വെലോസിറ്റി അലോങ് ദ ഡയറക്ഷൻ L to S, എല്ലിന്ന് എസിലേക്ക്, അതായത് ലിസണറിന് സോഴ്സിലേക്കാണ് വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അതെന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ സ്പെഷ്യൽ കേസുകളാണ് നോക്കാനുള്ളത്. ഒരു 5-6 സ്പെഷ്യൽ കേസുകൾ ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഫസ്റ്റ് സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഇഫ് സോഴ്സ് ഈസ് മൂവിങ് ടുവാർഡ്സ് ദ ലിസണർ. അപ്പോൾ
സോഴ്സ് ലിസണറിലേക്ക് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, മൂവ് ചെയ്യാണ്. ദെൻ ലിസണർ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. അപ്പൊ എന്തായി, സോഴ്സിന്ന് ലിസണറിലേക്കാണ് പോകുന്നത്. സോ വി എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, വി എൽ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ ആവുമ്പോൾ നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എഫ് ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്തായി, വി ഒബ്സർവർ അല്ലെങ്കിൽ വി ലിസണർ എന്ന് പറയുമ്പോൾ 0 ആയി. സോ പി ബൈ പി മൈനസ് വി എസ് ഇൻറ്റു എഫ് അതാണ്. ദെൻ എന്ത്, സോഴ്സ് ലിസണറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രീക്വൻസി, അപ്പറന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ വി ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് എന്നാണ്. അതായത് ഡിനോമിനേറ്ററിൽ എന്താണ്, ലോവർ വാല്യൂ ആണ്. അതായത് ന്യൂമറേറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഉള്ളത് ലോവർ വാല്യൂ ആണ്. സോ എഫ് ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എഫ് ആയിരിക്കും. ഇത് എന്ന് പറയുന്നത് ലെസർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഹയർ വാല്യൂ ആയിരിക്കുമല്ലോ. ദെൻ നെക്സ്റ്റ് കേസ് പറയാം, സോഴ്സ് മൂവിങ് അവേ ഫ്രം ദ ഒബ്സർവർ. സോഴ്സ് മൂവിങ് അവേ ഫ്രം ദ ഒബ്സർവർ ആണെന്നുണ്ടെങ്കിൽ വി എസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. വി എൽ എന്ന് പറയുമ്പോൾ ലിസണർ റെസ്റ്റിലായതുകൊണ്ട് വി എൽ എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് കേസിലുള്ള ഇക്വേഷൻ ആണ് എഫ് ഡാഷ് ഈക്വൽ ടു വി മൈനസ് വി ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് എന്തായി, വി മൈനസ് വി എസ് ആണ്. സോ വി മൈനസ് വി എസ് ഇൻറ്റു എഫ് എന്ന് പറയും. അപ്പോൾ വി മൈനസ് വി പ്ലസ് വി എസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്, വി ബൈ വി മൈനസും കൂടിയിട്ട് വി പ്ലസ് വി എസ് ആണ്. സോ ഡിനോമിനേറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്കാളും വലുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ എഫ് ആണ്. അതായത് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ലെസ്സർ വാല്യൂ ആയിരിക്കും എഫ് ഡാഷിനേക്കാളും. ഓക്കെ, എഫ് ഡാഷ് ലെസ് ദാൻ എഫ് എന്ന് പറയും. ഓക്കെ, അതായത് എഫ് ആണ് ഗ്രേറ്റർ ആയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഒബ്സർവർ മൂവിങ് ടുവേർഡ്സ് സ്റ്റേഷനറി സോഴ്സ്. അതായത് ഇവിടെ സോഴ്സ് സ്റ്റേഷനറി ആയി നിൽക്കുകയാണ്, ഒബ്സർവർ ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വി എസ് എന്ന് പറയുന്നത് 0 ആണ്, വി എൽ എന്ന് പറയുമ്പോൾ എന്താണ്, പോസിറ്റീവ് ആണ്. ദെൻ ദാറ്റ് കേസിൽ എന്ത് വരും, വി പ്ലസ് വി നോട്ട് വി ഒബ്സർവർ ഡിവൈഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ് ആണ് ഉണ്ടാവുക. വി എസ് 0 ആയി പോയി. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഈക്വൽ ടു വി പ്ലസ് വി നോട്ട് ഡിവൈഡ് ബൈ വി ഇൻറ്റു എഫ്. ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്റർ ആണ് ലാർജർ വാല്യൂ, ദെൻ ഡിനോമിനേറ്റർ ലെസർ വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് പറയാം, എഫ് ഡാഷ് ലെസ് ദാൻ സോറി ഡിനോമിനേറ്റർ ലോവർ വാല്യൂ ആവുമ്പോൾ എഫ് ഡാഷ് ഗ്രേറ്റർ ആവില്ല വേണ്ടത്. ഓക്കെ, then next case, observer moving away from stationary sources. So vs 0 ആണ്, vl നെഗറ്റീവ് ആണ്. So f dash equal to v minus v naught divided by v into f. Okay, if the source and listener are approaching each other, then vs is positive and vl is negative. Then എന്ത് വരും, ഇക്വേഷൻ എന്ന് പറയുന്നത് v plus v naught divided by v minus vs into f, that is f dash greater than f. Then next, if the source and listener are moving away from each other, രണ്ടും മൂവിങ് അവേ ആണെന്നുണ്ടെങ്കിൽ വി എസ് നെഗറ്റീവ് ആണ്, വി എൽ പോസിറ്റീവ് ആണ്. ദെൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ വി മൈനസ് വി ഒ ഡിവൈഡ് ബൈ വി പ്ലസ് വി എസ് ഇൻറ്റു എഫ്. ഓക്കെ, ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു ഇറിറ്റേഷൻ മോഡലിൽ വരുന്നുണ്ട്, ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക.
Then next case എന്ന് പറയുന്നത് source and listener are both in motion in the same direction. രണ്ടും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് ഓർത്ത് വെക്കുക. വി എസ് ഈക്വൽ ടു വി എൽ ഈക്വൽ ടു എഫ് ഡാഷ് ആണ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഈക്വൽ ടു എഫ് വൈ. രണ്ടാളും പാരലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, ഫ്രീക്വൻസി വേരിയേഷൻ ഉണ്ടാവില്ല. അതായത് ആക്ച്വൽ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലിസണർക്ക് ലിസൺ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ലൗഡ്നെസ്സും ദെൻ പിച്ച്. ലൗഡ്നെസ് ഈസ് ലൗഡ്നെസ് ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവൽ ഓഫ് ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഡെസിബിളിലാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് മെഷർ ചെയ്യുന്നത്. എൽ എന്ന് പറയുന്നത് 10 log 10 I/I0 ആണ്. then I0ന്റെ വാല്യൂ ആണ് എന്ത്, 10⁻12 watt per meter square. അതായത് I0 എന്ന് പറയുന്നത് സൗണ്ട് ഇന്റൻസിറ്റി ഓഫ് 0 decibel, അതായത് വാട്ട്സ് പെർ ഏരിയയിലാണ് നമ്മൾ എന്ത് പറയുന്നത് I0 റെപ്രസെന്റ് ചെയ്യുന്നത്. പിച്ച് ഓഫ് എ സൗണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പിച്ച് എന്ന് പറയുന്നത്. ഹയർ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഹയർ വുഡ് ബി ഇറ്റ്സ് പിച്ച്, അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ പിച്ചും കൂടും. സോ എന്താണ്, പിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു അൺപ്ലസന്റ് ലൗഡ് സൗണ്ട് ആയിരിക്കും. ഓക്കെ, ദെൻ ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞു. then ഇതിൽ ലാസ്റ്റ് ഇനി പറയാനുള്ളത് വൈബ്രേഷൻ ഇൻ എയർ കോളം ആണ്. അത് കുറച്ച് പറയാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് MCQ കടക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പൊസിഷൻ കണ്ടു, വെലോസിറ്റി കണ്ടു, ആക്സിലറേഷൻ കണ്ടു, ടൈം പീരീഡ് കണ്ടു, ദെൻ ടൈം പീരീഡ് ഫ്രീക്വൻസി കണ്ടു, എനർജി കണ്ടു. എനർജി എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ദെൻ എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ദെൻ എന്താണ് ശരിക്കും SSMൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി ആൻഡ് ദെൻ കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി. ദെൻ നമ്മൾ വേവ്സ് ആണ് കണ്ടത്, സോറി സ്പ്രിങ്ങിന്റെ അറേഞ്ച്മെന്റ്, അതായത് സീരീസ് സ്പ്രിങ് കണ്ടു, ഹൊറിസോണ്ടൽ സ്പ്രിങ് ആൻഡ് വെർട്ടിക്കൽ സ്പ്രിങ്. ഹൊറിസോണ്ടൽ സ്പ്രിങ്ങിലും വെർട്ടിക്കൽ സ്പ്രിങ്ങിലും നമ്മൾ രണ്ട് അറേഞ്ച്മെന്റുകൾ കണ്ടു, സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് സ്പ്രിങ്സ് ഇൻ പാരലൽ. സ്പ്രിങ്സ് ഇൻ പാരലൽ ആവുമ്പോൾ സ്പ്രിങ് കോൺസ്റ്റന്റ് ഇക്വലന്റ് എന്ന് പറയുമ്പോൾ K1 + K2 ആയിരിക്കും. സീരീസിലാവുമ്പോൾ 1/K1 + 1/K2, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, K ഇക്വലന്റ് എന്ന് പറയുമ്പോൾ K1 K2 / K1 + K2 എന്ന് പറയാൻ പറ്റും. അപ്പൊ സ്പ്രിങ്ങിന്റെ കേസ് കഴിഞ്ഞു. ഇതാണ് നമ്മൾ കണ്ടത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് പാരലൽ ടു വേവിന്റെ ഡയറക്ഷൻ ആണ്. ദെൻ ട്രാൻസ്വേഴ്സ് വേവില് പാർട്ടിക്കിൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു വേവ് ഡയറക്ഷൻ ആണ്. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ എന്തുണ്ട്, കംപ്രഷനും റെയർഫാക്ഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഉണ്ട്. സിമിലർലി ട്രാൻസ്വേഴ്സ് വേവിലുള്ളത് ക്രിസ്റ്റും ട്രഫും ആണ്. അവ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് എക്സാമ്പിൾ ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ എക്സാമ്പിൾ സൗണ്ട് വേവും പ്രൈമറി വേവ്സും ആണ്. ദെൻ സിനാമിക് വേവ്സ്, അങ്ങനത്തെ വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്, അതൊക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ വരുന്നതാണ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റിപ്പിൾസ് ഓൺ സർഫസ് ഓഫ് വാട്ടർ, ദെൻ വൈബ്രേഷൻ ഓഫ് ഗിറ്റാർ സ്പ്രിങ്. ദെൻ ഒരു മെയിൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ ലൈറ്റ് വേവ് ആണ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സച്ച് ആസ് ലൈറ്റ് വേവ്, മൈക്രോവേവ്, റേഡിയോ വേവ്, ദെൻ സീസ്മിക് സെക്കൻഡറി വേവ്. അതായത് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിൾ സൗണ്ട് വേവും പ്രൈമറി വേവ് അല്ലെങ്കിൽ പ്രഷർ വേവ്. ദെൻ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ലൈറ്റ് വേവ് ആൻഡ് സെക്കൻഡറി വേവ്, സീസ്മിക് സെക്കൻഡറി വേവ്. ഓക്കെ,
ഇത് നമ്മൾ ബീറ്റ്സ് കണ്ടു, ഡോപ്ലർ എഫക്റ്റ് കണ്ടു. ബീറ്റ്സ് എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ഫ്രീക്വൻസി ആയിട്ടുള്ള രണ്ട് സൗണ്ട് വേവുകൾ തമ്മിലുള്ള സൂപ്പർ പൊസിഷൻ കാരണം ഉണ്ടാവുന്ന ഇന്റൻസിറ്റിയിലുള്ള വേരിയേഷനെയാണ് നമ്മൾ പറയുന്നത് ബീറ്റ്സ് എന്ന് പറയുന്നത്. എഫ് ബീറ്റ്സ് അല്ലെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മോഡ് F1 - F2 ആണ്. F1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് വേവ്, F2 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സെക്കൻഡ് വേവ് ആണ്. ദെൻ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് ലിസണറും സോഴ്സും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ കാരണം ഉണ്ടാവുന്ന ഫ്രീക്വൻസി വേരിയേഷൻ ആണ്. അതിൽ നമ്മൾ ഒരു 6 കേസുകൾ കണ്ടു. അതിൽ സൈൻ കൺവെൻഷൻ കണ്ടു. അതായത് സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും, ലിസണറിൽ നിന്ന് സോഴ്സിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് കേസുകൾ കണ്ടു. എനിവേ അപ്പറന്റ് ഫ്രീക്വൻസി ഡോപ്ലർ എഫക്റ്റിൽ ഉണ്ടാവുന്ന അപ്പറന്റ് ഫ്രീക്വൻസി എഫ് ഡാഷ് ഈക്വൽ ടു വി പ്ലസ് ഓർ മൈനസ് വി ഒബ്സർവർ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി സോഴ്സ് ഇൻറ്റു എഫ് ആണ്. വേറെ എഫ് ഡാഷ് എന്ന് പറയുന്നത് അപ്പറന്റ് ഫ്രീക്വൻസി ആണ്, അതായത് ഒബ്സർവർ ഫ്രീക്വൻസി ആണ്. എഫ് എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് ആണ്. വി ഒ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലിസണർ അല്ലെങ്കിൽ ഒബ്സർവർ. ദെൻ വി എസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സോഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വൈബ്രേഷൻ ഇൻ എയർ കോളം, അതിൽ ഓപ്പൺ പൈപ്പ് ആൻഡ് ക്ലോസ്ഡ് പൈപ്പിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് MCQ യിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.